ലോകത്തുള്ള സർവ്വ മുഖദ്ദസ്തായ അർവാഹകൾ ഒരുമിച്ച് കൂടുന്ന അർവാഹകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ എനിക്ക് ഇത്ര വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല. അർവാഹകളുടെ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ വിശുദ്ധ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ ആത്മാക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിൻ്റെ മലായികത്ത് പങ്കെടുക്കുന്നത്, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയ ഒക്കെ ഈ സദസ്സിൽ നിറഞ്ഞിക്കണം. അപ്പോൾ അത് നമ്മൾ വിശ്വാസം മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ലക്ഷ്യങ്ങളെക്കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതുമാണ്. അതിനെ എതിർക്കാൻ പലരും ഉണ്ടാവും. അവരൊക്കെ എതിർപ്പുകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ സമസ്തകളുടെ ജമിയത്തിലും അവിടെ രൂപീകരിക്കപ്പെട്ടത് തന്നെ. ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങൾ വരും, ഇവിടെ കള്ള തെരീഖത്തുകാരുണ്ടാവും. അവരൊക്കെ ഇതുപോലുള്ള സംഗതികളൊക്കെ അവർ എതിർക്കുന്നവരായി. അപ്പോൾ അത് ലക്ഷ്യങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. വളരെ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത വളരെ ശക്തമായ ലക്ഷ്യങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇവിടെ മുഖദ്ദസ്തായ അർവാഹികളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന തന്നെ പല ഉറൂസുകളിൽ നിന്നൊക്കെ മൂപ്പർ അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ഷെയ്ഖുന സംശുനമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളങ്ങനെ പറയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സദസ്സിനിക്കൊരു പ്രൗഢി, ഒരു ബഹുമാനം, ഒരു ആദരവൊക്കെ ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇത് ഏഴാം കൂലി മൊല്ലൻ്റെ തള്ളല്ല, മുത്തുക്കോയൻ്റെ മൂത്ത തള്ള്. എന്താണ്? ലോകത്തുള്ള സകല അർവാഹുകളും, സകല ഔലിയാക്കള അർവാഹുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒറ്റൊന്നും ഒഴിവില്ല. എല്ലാം പാടെ വണ്ടിയും വിളിച്ച് പ്ലെയിനും വിളിച്ചാണ്ട് വന്നതാണ്. എല്ലാം കാസർഗോഡ് കുനിയല്. അപ്പം അങ്ങനെ കൗമാലിക്കും തിരിഞ്ഞു നോക്കണം, ഇവിടെ അർവാഹുകളോ എവിടെ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഓൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കസാരൻ്റെ ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് സീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓല അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. കുറേ ആൾക്കാരെ കസാരൻ്റെ ചോട്ടിരിക്കുന്നുണ്ടാവും, കുറേ ആൾക്കാരെ പന്തലിൻ്റെ തൂണും പിടിച്ചിരിക്കുന്നുണ്ടാവും, കുറേ ആൾക്കാർ പന്തലിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ടാവും, കുറേ അർവാഹുകളെ ക്യാബിൻ്റെ ചോട്ട് എടുക്കുന്നുണ്ടാവും, കുറേ അർവാഹുകൾ ക്ഷീണിച്ച സ്റ്റേജിൻ്റെ അടി കൊടുക്കുന്നുണ്ടാവും. ഒക്കെ അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. എവിടെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ജീവിച്ച് പോയിക്കോളും അർവാഹുകൾ. ഇത് ഈ അർവാഹുകൾ പങ്കെടുക്കും എന്നുള്ള കാര്യം അത് ലക്ഷ്യങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്താണ്? പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഏത് പ്രമാണമാണ് മുത്തുക്കോയാക്കങ്ങൾ പറയണത്? ഇസ്ലാമിക പ്രമാണോ? പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണം എന്താ? ആ പ്രമാണങ്ങളൊന്നും തെളിയിക്കും. അർവാഹുകൾ ഇവിടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞെടുക്കാണ്. നിങ്ങളെ സമ്മേളനത്തിലും ജാറത്തിലും ഉറൂസിലും നേർച്ചപ്പൂരത്തിലും ആ പെണ്ണുങ്ങളുടെ അടിയിൽ കൂടിയും ആ മുട്ടായി കച്ചവടത്തിന്റെ അടിയിൽ കൂടിയും അവിടെ ഇവിടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞെടുക്കുകയാണ്. കുലുക്കി സർബത്തിന്റെ അടിയിൽ കൂടി നിങ്ങൾ തെളിയിക്കും പ്രമാണം കൊണ്ട്. നിങ്ങൾ വീട്ടിലെ പ്രമാണം കൊണ്ട് തെളിയിക്കൊണ്ടൊരു ആധാരം ഉണ്ടല്ലോ, അവിടെ പോലെ അതിലൊക്കെ എഴുതി ചേർക്കേണ്ടി വരും. ചിലപ്പോൾ ഇസ്ലാമിക പ്രമാണത്തിൽ അങ്ങനെ യാതൊരു തെളിവുമില്ല. എന്നിട്ട് മൂപ്പരെങ്ങനെ തള്ളിവിടന്നെ? എന്നിട്ട് തെളിവെന്താ അറിയോ? ഷെയ്ഖുന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഷെയ്ഖുനാറിന്റെ മൂപ്പരാണ്. മൂപ്പരിങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഉറൂസിലും ഈ ഉറൂസിലും മറ്റേ ജാറത്തിലും അവിടെ ഇവിടെ ഇങ്ങനെ ഔലിയാക്കള അർവാഹുകൾ തെണ്ടി തിരിഞ്ഞ് നടക്കണ മൂപ്പര് കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അപ്പുറം തെളിവ് വേറെ വേണ്ടല്ലോ. കാരണം റസൂലുള്ളാഹിന്റെ മുകളിലുള്ള ഈക്ക് കിടക്കണേ. റസൂലുള്ള പറഞ്ഞോന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യമില്ലേ, സലഫികൾ ചോദിക്കുന്ന ചോദ്യമില്ലേ? റസൂലുള്ളാഹിന്റെ മുകളിലുള്ള ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, റസൂലുള്ളാഹിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ വരെ തൊടാൻ ഒളുവിന്റെ ആവശ്യമില്ല. പക്ഷെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ തൊടണമെങ്കിൽ ഒളു വേണമെന്നാ. അപ്പൊ റസൂലുള്ളാഹിന്റെ ദർജന്റെ മുകളിലുള്ള ഇ.കെ. പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് തെളിവാണല്ലോ എന്നാണ് ഇക്കാക്ക മുത്തുക്കാക്ക പറയണത്.